രക്ഷകന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു യഹൂദ ജനതയ്ക്കിടയിൽ രക്ഷകന്റെ അമ്മയുടെ ദാസിയാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കൊച്ചു കന്യ. അനുഗ്രഹമല്ല, അനുഗ്രഹദാതാവിനെ തന്നെ ദൈവപിതാവ് അവൾക്ക് സമ്മാനമായി നൽകി. അനുഗ്രഹമല്ല, അനുഗ്രഹദാതാവിനെ തന്നെ ദൈവപിതാവ് അവൾക്ക് സമ്മാനമായി നൽകുകയാണ്. ദാനങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ഇന്നിൻ്റെ യുഗത്തിൽ ദാനങ്ങളല്ല, ദാതാവിനെ നേടുവാൻ നമുക്ക് തിരിച്ചറിയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ഈശോ മിശിഹായിൽ നിന്നും നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ 4 ചിന്തകൾ നമുക്ക് ഒരുമിച്ച് വിചിന്തനം ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 1:42 നമ്മൾ കാണുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഒന്നാമത്തെ ഒരു ധ്യാനചിന്ത, പരിശുദ്ധാമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അവൾ ഭാഗ്യവതിയാണ്. എപ്പോഴാണ് നമ്മുടെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടത്? രക്ഷകന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു യഹൂദ ജനതയ്ക്കിടയിൽ രക്ഷകന്റെ അമ്മയുടെ ദാസിയാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കൊച്ചു കന്യക. രക്ഷകന്റെ അമ്മയുടെ ദാസിയാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അമ്മ ഉദരത്തിലും ഹൃദയത്തിലും ഈശോയെ വഹിച്ചപ്പോൾ അവൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അനുഗ്രഹമല്ല, അനുഗ്രഹദാതാവിനെ തന്നെ ദൈവപിതാവ് അവൾക്ക് സമ്മാനമായി നൽകുകയാണ്. അനുഗ്രഹമല്ല, അനുഗ്രഹദാതാവിനെ തന്നെ ദൈവപിതാവ് അവൾക്ക് സമ്മാനമായി നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ഇന്നിൻ്റെ യുഗത്തിൽ ദാനങ്ങളല്ല, ദാതാവിനെ നേടുവാൻ നമുക്ക് തിരിച്ചറിയാം. ദാതാവിനെ നേടുവാനുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. ശിമിയോന്റെ പ്രവചനം പൂർത്തിയാകുമാറ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന പ്രവചനം പുൽക്കൂട് മുതൽ കാലുവരി വരെ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മ, സഹനങ്ങളെ രക്ഷാകരമാക്കിയ അമ്മ, സഹനങ്ങളുടെ ഘോഷയാത്ര നടത്തിയ അമ്മ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 115:12 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഒപ്പം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളൊരു അനുഗ്രഹമാകുവാൻ, എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അനുഗ്രഹമാകുവാൻ, ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു അനുഗ്രഹമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം സാധിക്കുമെങ്കിൽ കരമൊന്ന് ഹൃദയത്തോട് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, എൻ്റെ മക്കളെക്കുറിച്ച് വിചാരമുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് വിചാരമുണ്ട്, എൻ്റെ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ, കർത്താവെ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഒപ്പം രണ്ടാമത്തെ ഒരു ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്, ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയപ്പെട്ടവരെ, കൃപ നിറഞ്ഞവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. കൃപ നിറഞ്ഞവൾ, കൃപയുടെ വിതരണക്കാരിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് 14-ാം ബെനഡിക്ട് പാപ്പ പറയുന്നുണ്ട്, സകല വരപ്രസാദങ്ങളും നമ്മളിലേക്ക് പ്രവഹിക്കുന്ന മഹാനദിയാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധനായ ജോൺ പോൾ പാപ്പ പറയുന്നു, മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ഓടിയെത്തുന്ന ഒരമ്മയാണ്, കൃപയുടെ വിതരണക്കാരിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1:35 നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന്. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം, അമ്മേ മാതാവേ, അമ്മയെപ്പോലെ കൃപ നിറഞ്ഞവരായി ഞങ്ങളെ മാറ്റണമേ. എപ്പോഴാണ് കൃപ നിറയുക? ലൂക്കായുടെ സുവിശേഷം 1:28 നമ്മൾ കണ്ടു, കർത്താവ് കൂടെയുള്ളവരാണ് കൃപയുള്ളവർ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്, അപ്പോഴാണ് അമ്മ കൃപയുള്ളവരായത്. മൂന്നാമത്തെ ഒരു ചിന്ത, മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ഓടിയെത്തുന്നവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് വിശുദ്ധനായ ബർണാദ് പുണ്യവാൻ പ്രാർത്ഥിക്കുന്നത്, എത്രയും തേള്ള മാതാവേ എന്ന പ്രാർത്ഥനയെ നമ്മൾ അനുദിനം ചെല്ലുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥ സഹായം അപേക്ഷിച്ചതിൽ ഒരുവനെ പോലും ഉപേക്ഷിച്ചതായി ഈ ലോകത്ത് കേൾക്കപ്പെട്ടിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ചെറുപ്പത്തിലെ തന്നെ വൈദികനാകണമെന്ന് ആഗ്രഹിച്ച ഒരു കൊച്ചു ബാലൻ ജോസഫ് സാർത്തോ, ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചവന് തൻ്റെ വൈദിക ജീവിതം പൂർത്തിയാകുവാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തെങ്കിൽ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഈ കൊച്ചുബാലൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മേ മാതാവേ, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു വൈദികനായി എന്നെ എടുത്തുയർത്തണമേ.
അങ്ങനെ രൂപതയിൽ സ്കോളർഷിപ്പിനായി അപേക്ഷിച്ചു. പരിശുദ്ധ അമ്മ പാസ്സാക്കി കൊടുത്ത സ്കോളർഷിപ്പുമായി പഠിച്ച് ഒരു വൈദികനായി ജീവിതാന്തസ്സിൽ പ്രവേശിക്കുകയാണ്. അവസാനം പ്രിയപ്പെട്ടവരെ, സഭയുടെ അമരക്കാരനായി ദൈവപിതാവ് ആ മകനെ എടുത്തുയർത്തുകയാണ്. 10-ാം പീസ് പാപ്പ എന്ന് ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വിശുദ്ധനായി ദൈവം അദ്ദേഹത്തെ എടുത്തുയർത്തുകയാണ്. അതാണ് മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാൻ പരിശുദ്ധ അമ്മ ഓടിയെത്തുകയാണ്. 4-മത്തെ ഒരു ചിന്ത, എല്ലാവരെയും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഈശോയ്ക്കിഷ്ടം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നായിമിലെ വിധവയുടെ ഏക മകനെ ഉയർപ്പിച്ച ശേഷം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. കാരണം ഈശോയ്ക്കറിയാം അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങൾ എന്ന് സുരക്ഷിതമാണെന്ന്. അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ജീവിതങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കുരിശിൽ കിടക്കുമ്പോഴും തൻ്റെ അരുമസുതന് തൻ്റെ പ്രിയ മാതാവിനെ വാഗ്ദാനം ചെയ്യുക. നമ്മൾ ലോകം മുഴുവന് വേണ്ടി അമ്മയെ വാഗ്ദാനം ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ സുരക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കർമ്മലയമ്മയുടെ തിരുനാളിനായി ഏറ്റവും അടുത്തൊരുങ്ങുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയെപ്പോലെ ഞങ്ങൾ അനുഗ്രഹമുള്ളവരാകുവാൻ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഞാൻ ഒരു അനുഗ്രഹമാകുവാൻ, ഒരു കൃപയുള്ള വ്യക്തിയായി മാറുവാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാകുവാൻ, ഒപ്പം അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി എൻ്റെ ജീവിതത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പരിശുദ്ധ കർമ്മല മാതാവേ, അമ്മയുടെ കാപ്പയും കീഴിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിഷകാല നക്ഷത്രമേ, സമുദ്രതാരമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഓടിയണയുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളമേ. ആമേ.